സാധാരണ നമ്മൾ ഒരു മലയാളം സെന്റൻസോ ഒരു ഡയലോഗോ കിട്ടിയാൽ അത്യാവശ്യം നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അല്ലെ. എന്നാൽ ചില സമയത്ത് നമ്മളിങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അത് കുറെ മണ്ടത്തരം കയറി വരിക. അവസാനം വരെ കാണാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്യാം. അപ്പൊ തുടങ്ങാം. ആരെങ്കിലും രണ്ടുപേര് വരാനുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ, രണ്ടുപേരും വന്നോ? അപ്പോ വന്നിട്ടില്ല, അപ്പൊ നമ്മൾ എങ്ങനെ പറയാ, വന്നിട്ടില്ല എന്നല്ലേ. ഈ ഡയലോഗ് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലാക്കി നോക്കൂ. രണ്ടുപേരും വന്നോ, അതെങ്ങനെ ചോദിക്കും? സംഭവിച്ചു കഴിഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ട് ഡിഡ് അല്ലെ. ഡിഡ് ബോത്ത് ഓഫ് ദം കം? രണ്ടുപേരും ബോത്ത് ഓഫ് ദം അല്ലെ. വന്നോ, കം. കെയിം അല്ല, ഡിഡ് വരുമ്പോ കെയിം വേണ്ട. ഡിഡ് ബോത്ത് ഓഫ് ദം കം? ഈ സെന്റൻസ് കുഴപ്പമില്ലാണ്ട് എല്ലാവരും ഉണ്ടാകും. ഇതിന് ഉത്തരമാണ് പ്രശ്നം. ഇല്ല, വന്നില്ല, രണ്ടുപേരും വന്നില്ല എന്നാണ് നമുക്ക് ഉത്തരം കൊടുക്കേണ്ടത്. നോ, സാധാരണ ബോത്ത് ഡിഡിന്റ് കം അങ്ങനെ പറയാനൊരു ടെൻഡൻസി ഉണ്ടാവും. അത് തെറ്റാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നൈദർ കെയിം, രണ്ടുപേരും വന്നില്ല, അതാണ് അതിന്റെ അർത്ഥം. ബോത്ത് ഡിഡിന്റ് കം എന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണ്. നൈദർ കെയിം എന്ന് വെച്ചാൽ ആരും വന്നില്ല, രണ്ടുപേരും വന്നില്ല, അതാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ രണ്ടുപേരും അവിടെ നിന്നു, വന്നില്ല, അങ്ങനെ എങ്ങനെ പറയാം? ബോത്ത് സ്റ്റേഡ് ബാക്ക്. നിങ്ങൾക്ക് രണ്ടുപേരും ബോത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ അവരെന്താ ചെയ്തതെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ, എന്താ അവർ ചെയ്യാത്തതെന്ന് പറയാൻ പാടില്ല. അങ്ങനെയാണ് അത് ഓർക്കേണ്ടത്. രണ്ടുപേരും വന്നില്ല എന്ന് പറയണമെങ്കിൽ ബോത്ത് ഡിഡിന്റ് കം അല്ല, നൈദർ കെയിം. അപ്പൊ ഈ മിസ്റ്റേക്ക് ഇനി വരുത്തരുത് കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായോ? ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. വുഡ് യു ലൈക്ക് ചിക്കൻ ഓർ ബീഫ് ഇൻ യുവർ സാൻഡ്വിച്ച്? ഒരു നമ്മൾ സാൻഡ്വിച്ച് ഓർഡർ ചെയ്യുമ്പോൾ ബീഫ് സാൻഡ്വിച്ചോ ചിക്കൻ സാൻഡ്വിച്ചോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ആൾ പറയാണ്, നിങ്ങൾക്ക് ചിക്കൻ സാൻഡ്വിച്ച് ആണോ ബീഫ് സാൻഡ്വിച്ച് ആണോ വേണ്ടതെന്ന് ചോദിക്കാം. അപ്പോൾ എന്താ നിങ്ങൾ ഉത്തരം പറയാം? നിങ്ങൾക്ക് രണ്ടും വേണ്ട, നിങ്ങളൊരു വെജിറ്റേറിയൻ ആണ്, അപ്പൊ നിങ്ങൾ എന്താ പറയാ? നോ, ഐ ഡോണ്ട് ഈറ്റ് ബോത്ത് എന്ന് പറയാൻ പാടുമോ? ഇല്ല. ഞാനിപ്പോ പറഞ്ഞില്ലേ, രണ്ടും നമ്മൾ തിന്നില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഈറ്റ് ബോത്ത് എന്ന് പറയാൻ പാടില്ല. പിന്നെ എങ്ങനെയാ പറയാ? നൈദർ ബീഫ് നോർ ചിക്കൻ. അപ്പൊ നൈദർ ദിസ് നോർ ദിസ് എന്ന് വെച്ചാൽ അതും വേണ്ട ഇതും വേണ്ട എന്നാണ് അർത്ഥം. നൈദർ ബീഫ് നോർ ചിക്കൻ, അല്ലെങ്കിൽ നൈദർ. സ്പോക്കൺ ഇംഗ്ലീഷിൽ നൈദർ, രണ്ടും വേണ്ട, നൈദർ. ഐ എം എ വെജിറ്റേറിയൻ, ഞാൻ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് എനിക്ക് രണ്ടും വേണ്ട. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ബീഫും ചിക്കനും ഭയങ്കര ഇഷ്ടമാണ്, കൺഫ്യൂഷനാണ് ഏത് ചൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കാം, ബീഫും ചിക്കനും രണ്ടും വെക്കാൻ പറ്റുമോ? അതെങ്ങനെ ചോദിക്കും? Can I have both please? രണ്ടും വേണ്ടെങ്കിൽ നൈദർ. ഓക്കെ. അടുത്തതായിട്ട് രണ്ട് സെന്റൻസ് ആണ്. അത് കേട്ടിട്ട് ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയണം. There are 4 knobs. Each of them are used for different purposes. 4 knobs ഉണ്ട്. അപ്പൊ ആദ്യം നോബ് എന്താന്ന് പറയാം. നമ്മൾ വാതിലിൽ പിടിക്കുന്ന സാധനമില്ലേ തിരിക്കുന്നത്, അതിന് വേണമെങ്കിൽ നോബ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ചില ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് പിടിച്ച് തിരിക്കേണ്ട ഒരു ബട്ടൺ ഉണ്ടാവില്ലേ, അതിന് നമ്മൾ നോബ് എന്ന് പറയും. അപ്പൊ there are 4 knobs, 4 നോബുകൾ ഉണ്ട്. ഇനി each of them are used for different purposes. അതിൽ ഓരോന്നും each of them ഓരോ വ്യത്യസ്ത ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. each of them are used for different purposes. ഒറ്റ നോട്ടത്തില് നമുക്ക് ഈ സെന്റൻസിൽ ഒരു പ്രശ്നം തോന്നില്ല, പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട് കേട്ടോ. each of them is, each of them എന്ന് വെച്ചാൽ അതിൽ ഓരോന്നും, അപ്പൊ ഒന്നിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ ഓരോന്നും is used for a different purpose. are used for different purposes എന്ന് പറയുന്നത് കേട്ടോ. ഈച്ച് വരുമ്പോൾ എപ്പോഴും സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓൾ എന്ന് പറഞ്ഞാലോ, ഓൾ ഓഫ് ദം ആർ ഗുഡ്, ഇപ്പൊ 6 വരും. ഈച്ച് വരുമ്പോൾ ഈച്ച് ഓഫ് ദം ഇസ് ആണ് വരിക. ഇതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. കുറെ പേര് ഈച്ച് ഓഫ് ദം അല്ലെങ്കിൽ ഈച്ച് കഴിഞ്ഞിട്ട് പ്ലൂറൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈച്ച് ഓഫ് അസ് ഡാഷ് എ ലാപ്ടോപ്പ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ലാപ്ടോപ്പ് ഉണ്ട്, അതാണ് പറയണത്. ഈച്ച് ഓഫ് അസ് ഡാഷ് എ ലാപ്ടോപ്പ് എന്താ വരിക? ഹാവ് ആണോ ഹാസ് ആണോ? ഹാസ്. ഞാൻ പറഞ്ഞില്ല, സിംഗുലർ ഉപയോഗിക്കണം. ഈച്ച് ഓഫ് അസ് ഹാസ് എ ലാപ്ടോപ്പ്. എന്നാ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. വി ഓൾ ഡാഷ് ലാപ്ടോപ്സ്. അപ്പൊ ഓൾ എന്ന് വന്നു, അപ്പൊ എന്താ ഉപയോഗിക്കുക? അപ്പൊ പ്ലൂറൽ. വി ഓൾ ഹാവ് ലാപ്ടോപ്സ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ലാപ്ടോപ്പുകൾ ഉണ്ട്. മറ്റേത് ഞങ്ങൾ ഓരോരുത്തർക്കും എന്ന് പറയുമ്പോൾ സിംഗുലർ യൂസ് ചെയ്യാം, ഈച്ച് വരുമ്പോൾ സിംഗുലർ യൂസ് ചെയ്യാം. അപ്പൊ ഇത് വളരെ ക്ലിയർ ആവണം, തെറ്റിക്കരുത് കേട്ടോ. അടുത്ത ചോദ്യം. അനുവും അരുണും അവിടെ ഉണ്ടാവില്ല എന്നുള്ള അർത്ഥം വരുന്ന സെന്റൻസ് ആണ്. രണ്ടുപേരും ഇപ്പോ അവൈലബിൾ അല്ല. നൈദർ അനു നോർ അരുൺ ഡാഷ് അവൈലബിൾ. ഇസ് ആണോ ആണോ? നൈദർ അനു നോർ അരുൺ ഇസ് അവൈലബിൾ. അതിൽ അനുവോ അരുണോ
ആരെങ്കിലും ഒരാളും അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നൈദർ നോർ വരുമ്പോൾ എപ്പോഴും സിംഗുലർ യൂസ് ചെയ്യണം കേട്ടോ. നൈദർ അനു നോർ അരുൺ ഇസ് അവൈലബിൾ. അനു ഇല്ല അരുണും ഇല്ല അങ്ങനെ നമ്മൾ പറയില്ലേ, അതാണ് നൈദർ അനു നോർ അരുൺ ഇസ് അവൈലബിൾ. എന്നാ ഐദർ അനു ഓർ അരുൺ ഡാഷ് ഇൻ ദ ഓഫീസ് അങ്ങനെ പറഞ്ഞാലോ, ഒന്നില്ലെങ്കിൽ അനു അല്ലെങ്കിൽ അരുൺ, ഇവർ രണ്ടുപേരിലും ആരെങ്കിലും ഒരാൾ ഓഫീസിൽ ഉണ്ടാവും എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ഐദർ അനു ഓർ അരുൺ is in the office. എവ്രി വണ്ണും ഇതുപോലെ തന്നെയാണ് കേട്ടോ, അതും സിംഗുലർ ആണ് യൂസ് ചെയ്തത്. ഓൾ വരുമ്പോൾ പക്ഷെ പ്ലൂറലാണ്. എവ്രി വൺ ഇസ് ഹാപ്പി, ഓൾ ആർ ഹാപ്പി. അപ്പൊ ആ സംഭവം ക്ലിയർ ആയില്ലേ, മിസ്റ്റേക്ക് വരുത്തരുത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ദിസ് പാക്ക് ഓഫ് കാർഡ്സ് ഡാഷ് വെരി ഓൾഡ്. ദിസ് പാക്ക് ഓഫ് കാർഡ്സ് എന്ന് വെച്ചാൽ കാർഡുകൾ ഇട്ട് വെക്കുന്ന ഒരു പാക്ക്. ആ പാക്ക് വളരെ പഴയതാണ്, വളരെ പഴകിയതാണ്. ഇസ് വെരി ഓൾഡ് ആണോ ആർ വെരി ഓൾഡ് ആണോ? അവിടെ നമ്മൾ കാർഡ്സ് എന്ന് പറഞ്ഞാലും കാർഡ്സ് ഇട്ട് വെച്ച പാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പാക്ക് അല്ലെ, പാക്സ് അല്ലല്ലോ. അപ്പൊ എന്താ വരിക? ദിസ് പാക്ക് ഓഫ് കാർഡ്സ് ഇസ് വെരി ഓൾഡ്, അല്ലെങ്കിൽ ദീസ് പാക്സ് ഓഫ് കാർഡ്സ് ആർ വെരി ഓൾഡ്. അപ്പൊ ആരെയാണ് നോക്കേണ്ടത് നമ്മള്? എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അത് സിംഗുലർ ആണോ പ്ലൂറലാണോ? പാക്ക് ആണെങ്കിൽ സിംഗുലർ. പാക്കിൽ കുറെ കാർഡ്സ് ഉണ്ടെങ്കിലും ആ കാർഡ്സ് ഇട്ട് വെച്ച ഒറ്റ പാക്കല്ലേ ഉള്ളൂ, അപ്പൊ അത് സിംഗുലർ ആണ്. അടുത്തത് ഈ രണ്ട് സെന്റൻസുകളാണ്. സാറ ഇസ് വെയിറ്റിംഗ് ഫോർ യു ഫ്രം 10 o'clock, അല്ലെങ്കിൽ സാറ ഇസ് വെയിറ്റിംഗ് ഫോർ യു സിൻസ് 10 o'clock. ഇതിൽ ഏതാ കറക്റ്റ്? നമ്മൾ ഏതെങ്കിലും ഒരു സമയം മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ സിൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു പോയിന്റ് ഓഫ് ടൈം, കഴിഞ്ഞ വർഷം മുതൽ, അല്ലെങ്കിൽ 1997 മുതൽ, അല്ലെങ്കിൽ 10 മണി മുതൽ, കഴിഞ്ഞ ആഴ്ച മുതൽ, ഇന്നലെ മുതൽ, അങ്ങനെ എന്തെങ്കിലും മുതൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഉടനെ തന്നെ സിൻസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് എൻ്റെ ക്ലൂ ട്ടോ. അപ്പൊ സാറ ഇസ് വെയിറ്റിംഗ് ഫോർ യു സിൻസ് 10 o'clock. ഇനിയിപ്പോ 2 മണിക്കൂറായിട്ട് സാറ വെയിറ്റ് ചെയ്യാന്ന് പറയണെങ്കിലോ, സാറ ഇസ് വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours. 2 മണിക്കൂറായിട്ട്, അപ്പൊ ഫോർ 2 hours. അപ്പൊ ഡ്യൂറേഷൻ പറയല്ലേ, ഇത്ര കാലമായിട്ട്, 2 മണിക്കൂർ, 5 വർഷം, 2 നിമിഷം, അങ്ങനെ എന്ത് കാലഘട്ടം വേണമെങ്കിലും ആവാം. ഒരു കാലഘട്ടം, ഒരു ഡ്യൂറേഷൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഫോർ ഉപയോഗിക്കാം. ഒരു തീയതിയോ സമയമോ മുതൽ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ സിൻസ് ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ചോദ്യങ്ങളുണ്ട്, നിങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ കോമന്റ്സിൽ എഴുതിയാൽ മതി. ഞാൻ എന്റെ കറക്റ്റ് ഉത്തരങ്ങൾ പിൻ ചെയ്ത് വെക്കാം കമന്റ്സിൽ. ആദ്യത്തെ ചോദ്യം, രണ്ടുപേരും എക്സാം പാസ്സായില്ല എങ്ങനെ എഴുതും? രണ്ടുപേരും എക്സാം പാസ്സായില്ല. അടുത്ത ചോദ്യം, രണ്ടുപേരും എക്സാം ഫെയിലായി, തോറ്റു. രണ്ടുപേരും എക്സാം ഫെയിലായി. അപ്പൊ ആദ്യത്തേല് പാസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കണം. രണ്ടുപേരും എക്സാം പാസ് ആയില്ല അങ്ങനെ വേണം സെന്റൻസ് ഉണ്ടാക്കാൻ. അടുത്ത സെന്റൻസ് ഫെയിൽ എന്നുള്ള വേർബ് യൂസ് ചെയ്ത് വേണം എഴുതാൻ. രണ്ടുപേരും എക്സാം ഫെയിൽ ആയി അങ്ങനെ പറയാം. ഒരു സിമ്പിൾ സെഷൻ ആയിരുന്നു, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് സെഷൻ ആണ്. നമ്മൾ പൊതുവെ വരുത്തുന്ന മിസ്റ്റേക്സ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കോമൺ ആയിട്ട് വരുത്തുന്ന കുറെ മിസ്റ്റേക്സിൽ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതോടെ ലിങ്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.